ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ കോമ്പസ് ഫോർ ദി യങ് എന്ന പോയമാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. സോ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റാണ്, പോയിറ്റാണ്, ആക്ടറാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെയാണ്. ഓക്കെ, സോ അദ്ദേഹം കുറേ പ്ലേസ് 37 പ്ലേസ് എഴുതിയിട്ടുണ്ട്, 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ലോങ് നറേറ്റീവ് വേഴ്സും എഴുതിയിട്ടുണ്ട്. സോ വില്യം ഷേക്സ്പിയറിൻ്റെ കുറേ വർക്ക്സ്, ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഹാംലെറ്റ്, ടെമ്പസ്റ്റ്, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ. സോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പോയമാണ്. ആ ഒരു പോയത്തിൽ നമ്മൾ വില്യം ഷേക്സ്പിയറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഹാംലെറ്റ് എന്ന ഒരു പ്ലേ ഉണ്ട്. ആ ഒരു പ്ലേയിൽ ഒരു ആക്റ്റാണ്, ഒരു ഭാഗത്തെ ഒരു സീൻ എടുത്തിട്ടാണ് അത് നമുക്ക് ഒരു പോയം രൂപത്തിൽ ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഹാംലെറ്റ് എന്ന പ്ലേയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് പൊളോണിയസും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ലറേറ്റസും. ഓക്കെ, സോ നമ്മുടെ ലറേറ്റസ് ഫ്രാൻസിലേക്ക് പോവുകയാണ്. ആ ഒരു ഫ്രാൻസിലേക്ക് അയക്കുന്ന ഒരു സീനുണ്ട് നമ്മളുടെ ആ ഒരു പ്ലേക്കകത്ത്. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ ഒരു ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ അച്ഛൻ കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉപദേശങ്ങൾ ആണ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കുറച്ച് ഉപദേശങ്ങൾ അല്ലേ. നമുക്കും കുറേ ഉപദേശങ്ങൾ കിട്ടാറുണ്ട് പാരൻസിൻ്റെ കയ്യിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. എവിടെ തിരിഞ്ഞാലും ഉപദേശങ്ങൾ മാത്രമാണ്. സോ അതേപോലെ തന്നെ ഇവിടെ ഒരു അച്ഛൻ മകന് നൽകുന്ന ഉപദേശങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. എ കോമ്പസ് ഫോർ ദി യങ്ങിൽ. സോ അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വെരി സിമ്പിൾ ലാംഗ്വേജ് ആണ്. പിന്നെ കുറച്ച് വേർഡ്സ് പഴയ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. നമ്മളുടെ പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? എ കോമ്പസ് ഫോർ ദി യങ് അല്ലേ. കോമ്പസ് എന്ന് വെച്ചാൽ എന്താ? കോമ്പസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ആ ഒരു കോമ്പസ് അല്ല കേട്ടോ. നമ്മളുടെ ദിശ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പസ് ഇല്ലേ, ഒരു കോമ്പസ് ആണ് അല്ലേ. ഒരു നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത്, ഒരു വഴി കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് ആ ഒരു വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു കോമ്പസ്. അപ്പൊ ആ ഒരു കോമ്പസ് ഫോർ ദി യങ് ആയിട്ടുള്ള നമ്മളുടെ പൊളോണിയസിന്റെ മകൻ ലറേറ്റസിന് കൊടുക്കുന്ന ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു ഉപദേശം, അതാണ് നമ്മളുടെ ഈ ഒരു പോയം. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ആ ഒരു പോയം, ഈ ഒരു കവിതയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിതാവായിട്ടുള്ള പൊളോണിയസ് തന്റെ മകന് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ്, എങ്ങോട്ടാ പോകുന്ന? ഫ്രാൻസിലേക്കാണ് അല്ലെ. ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന ചില വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, Yet here, Laritus, abroad for shine. So, Laritus, നീ ഇനി എന്ത് ചെയ്യുക? കപ്പലിലേക്ക് കയറൂ, വൈകരുത്, പോകാനായിട്ട് വൈകരുത്. ദ വിൻഡ് സിറ്റ് ഇൻ ദി ഷോൾഡേഴ്സ് ഓഫ് യുവർ സെയിൽ. അതായത് കാറ്റൊക്കെ യാത്രയ്ക്ക് അനുകൂലമാണ് അല്ലേ. ആ ഒരു യാത്ര കടൽ യാത്രയാണ്. അപ്പം ആ ഒരു യാത്രയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണ്? ആ ഒരു സീ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വെച്ചിട്ടിരിക്കും ബാക്കിയെല്ലാം. അപ്പം ആ ഒരു കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാറ്റൊക്കെ കറക്റ്റാണ്. ആൻഡ് യു ആർ സ്റ്റേഡ് ഫോർ ദെയർ മൈ ബ്ലെസ്സിങ് വിത്ത് ദീ. സോ എല്ലാവരും നിനക്കായിട്ട് കാത്തിരിക്കുന്നു അല്ലേ. ആ ഒരു കപ്പലിൽ എല്ലാവരും നിനക്കായിട്ട് കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അനുഗ്രഹം നിന്നോടൊപ്പമുണ്ട്. ഈ എൻ്റെ ആരാ? അച്ഛൻ്റെ അല്ലാതെ നമ്മുടെ പൊളോണീസിൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ മകനായ ലറേറ്റസിൻ്റെ കൂടെയുണ്ട്. THEE, തീ എന്ന് വെച്ചാൽ എന്താ? അതൊരു ഓൾഡ് ഇംഗ്ലീഷാണ്, പഴയ ഇംഗ്ലീഷാണ്. യു, നീ, YOU, നീ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. And these few precepts in thy memory. Few precepts എന്ന് വെച്ചാൽ കുറച്ച് ഉപദേശങ്ങൾ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് കുറച്ച് ഉപദേശങ്ങളുണ്ട്. തൈ എന്ന് വെച്ചാൽ എന്നാ? THY. തൈ എന്ന് വെച്ചാൽ ഇവിടെ യുവർ, നിന്റെ, YOUR, അതാണ് തൈ മെമ്മറി, യുവർ മെമ്മറി, നിന്റെ മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട്, മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് കുറച്ച് ഉപദേശങ്ങളുണ്ട്.
See through character. Give thy thoughts no tongue. ഇപ്പൊ എന്താ അത് പറയുന്നത്? ചിന്തിക്കുന്നത് എല്ലാം ഉടനെ പറയരുത്. സീ ത്രൂ ക്യാരക്ടർ. നീ നിന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കണം. അല്ലേ? നിന്റെ ക്യാരക്ടർ നോക്കണം. നിന്റെ തോട്ട്സ് നിന്റെ ചിന്തകളെല്ലാം ഉടനെ അങ്ങോട്ട് ഒന്നും കൂടുതൽ ചിന്തിക്കാതെ മനസ്സിൽ വരുന്ന എല്ലാം വിളിച്ച് പറയരുത്. ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യവും പറയാൻ. Nor any unproportioned thoughts his hack. എന്താ പറയുന്നേ? ആലോചിക്കാതെ കാര്യങ്ങള് പ്രാവർത്തികമാക്കരുത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. Be too familiar but by no means vulgar. അപ്പം എല്ലാവരോടും എന്ത് വേണം? സൗഹൃദത്തോടെ, നല്ല സ്വഭാവത്തോട് കൂടെ തന്നെ പെരുമാറണം. പക്ഷെ എന്താക്കരുത്? പക്ഷെ ആരോടും മോശമായിട്ട് പെരുമാറരുത്. അല്ലേ? ഇതൊക്കെ നമുക്കും നമ്മുടെ വീട്ടുകാരും ടീച്ചേഴ്സും എല്ലാം പറഞ്ഞു തരുന്ന സിമ്പിളായിട്ടുള്ള അഡ്വൈസ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ കേൾക്കാറുണ്ടോ ഇല്ലയോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഇത് തന്നെയാണ് ഇവിടെ നറേറ്റേഴ്സിനോട് പൊളോനിയസും പറയുന്നത്. ദോസ് ഫ്രണ്ട്സ് ദു ഹാസ്റ്റ് ആൻഡ് ദെയർ അഡോപ്ഷൻ ട്രൈഡ്. നല്ലവരാണെന്ന് തെളിയിച്ച സുഹൃത്തുക്കളെ. നല്ലവരാണെന്ന് തെളിയിച്ച സുഹൃത്തുക്കളെ. grapple them to thy soul with hoops of steel. വളരെ ഉറച്ച ബന്ധത്തോടു കൂടി നീ നിലനിർത്തുക. അവരെന്ത് ചെയ്യുക? നിന്റെ ആ ഒരു സോളിലേക്ക് അവരെ ഭയങ്കര ഉറപ്പിച്ച് വെക്കുക. എന്ത് വെച്ചിട്ട്? ഹൂപ്സ് ഓഫ് സ്റ്റീൽ വെച്ചിട്ട് നല്ല ഉറപ്പിച്ച് നിർത്തുന്ന പോലെ നിർത്തുക. ഹൂപ്സ് എന്താ? വളയങ്ങള്. ഓക്കെ. ബട്ട് ഡു നോട്ട് ഡൾ തൈ പാം വിത്ത് എന്റർടൈൻമെന്റ്. എന്നാൽ എല്ലാവരോടും അടുപ്പം കാണിക്കരുത്. ഓക്കെ. എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യരുത്? അടുപ്പം കാണിക്കാനായിട്ട് പോകരുത്. അല്ലേ? അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. സോ അറിയാൻ മേലാത്തവരോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ പോകരുത്. ഓഫ് ഈച്ച് ന്യൂ ഹാച്ച്ഡ് അൺഫ്ലെഷ്ഡ് കോമറേഡ് ബി അവെയർ. കോമറേഡ്. സോ പുതുതായി പരിചയപ്പെട്ടവരെ എന്ത് ചെയ്യരുത്? ഉടൻ സുഹൃത്തുക്കളാക്കരുത്. ഓക്കെ. കോമറേഡ് എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പാനിയൻ പോലെയാണ്. കമ്പാനിയൻ ഫ്രണ്ട് എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യില്ല? പുതുതായി പരിചയപ്പെട്ടവരെ ഉടനെ നമ്മൾ സുഹൃത്തുക്കളാക്കരുത്. ബി വെയർ ഓഫ് എൻട്രൻസ് ടു എ ക്വാറൽ ബട്ട് ബീയിങ് ഇൻ. വഴക്കുകളിൽ ചാടി കയറാതിരിക്കുക. ഓക്കെ. വഴക്കുണ്ടാക്കുന്നിടത്തൊന്നും പോയി ഇടപെടാതിരിക്കുക. എന്നാൽ ഒരിക്കൽ അതിൽ പെട്ടാൽ വഴക്കിൽ ഇടപെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ബിയർ ഇറ്റ്. അവിടെ കണ്ടത് ബിയർ ഇറ്റ്. ബിയർ ഇറ്റ് എന്ന് വെച്ചാൽ എന്താ? നേരിടുക. അല്ലേ? ബിയർ ഇറ്റ് ദാറ്റ് ദ ഒപ്പോസ്ഡ് മേ ബി വെയർ ഓഫ് ദീ. അപ്പൊ അങ്ങനെയാണ് ഇടപെട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുക? എതിരാളികള് നിന്നെ ഭയപ്പെടുന്ന തരത്തില് ധൈര്യത്തോടെ നേരിടുക തന്നെ ചെയ്യുക. ഗീവ് എവ്രി മാൻ തൈ ഇയർ ബട്ട് ഫ്യൂ തൈ വോയിസ്. എല്ലാവരെയും കേൾക്കുക. ഓക്കെ. തൈ എന്ന് വെച്ചാൽ എന്താണ്? യുവർ. ഇപ്പൊ എല്ലാവരെയും കേൾക്കുക, പക്ഷേ കുറച്ചു മാത്രം സംസാരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ടേക്ക് ഈച്ച് മാൻസ് സെൻഷർ ബട്ട് റിസർവ് തൈ ജഡ്ജ്മെന്റ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുക, പക്ഷെ സ്വന്തമായിട്ട് എന്തെടുക്കുക? തീരുമാനമെടുക്കുക. മറ്റുള്ളവർ പറയുന്നത് പോലെ കേട്ട് പ്രവർത്തിക്കാൻ നിൽക്കരുത്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. ബാക്കിയുള്ളവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തെറ്റില്ല. സ്വന്തമായിട്ട് തീരുമാനമായിരിക്കണം എടുക്കുന്നത്. കോസ്റ്റ്ലി തൈ ഹാബിറ്റ് ആസ് തൈ പേഴ്സ് കെൻ ബൈ. നിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. ബട്ട് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ഫാൻസി റിച്ച് നോട്ട് കോഡി. വസ്ത്രം നല്ലതാകണം, പക്ഷേ അതിര് കടന്ന് ആഡംബരമൊന്നും വേണ്ട എന്നാണ് അച്ഛൻ പറയുന്നത്. ഫോർ ദ അപ്പാരൽ ഓഫ് പ്രൊക്ലെയിംസ് ദ മാൻ. ഒരു വ്യക്തിയുടെ സ്വഭാവം പലപ്പോഴും വസ്ത്രധാരണത്തിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. അല്ലേ?
ഒരാളെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ അയാളെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാളുടെ ലുക്ക് വെച്ചിട്ടാണ്. സോ ഒരു വ്യക്തിയുടെ സ്വഭാവം പലപ്പോഴും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. ആൻഡ് ദേ ആൻഡ് ഫ്രാൻസ് ഓഫ് ദ ബെസ്റ്റ് റാങ്ക് ആൻഡ് സ്റ്റേഷൻ. അപ്പോൾ ഫ്രാൻസിലെ ഉയർന്ന പദവിയിലുള്ളവർ, ബെസ്റ്റ് റാങ്കും ബെസ്റ്റ് സ്റ്റേഷനും ഉള്ളവർ, ആൻഡ് ഓഫ് എ മോസ്റ്റ് സെലക്ട് ആൻഡ് ജനറസ് ചീഫ് ഇൻ ദാറ്റ്. ഇക്കാര്യത്തിൽ വളരെ നല്ല രുചിയുള്ളവരാണ്. ഫ്രാൻസിലെ ഉയർന്ന പദവിയിലുള്ള ആൾക്കാർ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നതിൽ, ഒരു വസ്ത്രധാരണത്തിലൂടെ അദ്ദേഹത്തിന് ഒരു വ്യക്തിയുടെ സ്വഭാവം അളക്കുന്നതിൽ ഫ്രാൻസിലുള്ളവർ വളരെ രുചിയുള്ളവരാണ്. നെയ്തർ എ ബോറോവർ നോർ എ ലെൻഡർ ബി. കടം വാങ്ങുന്നവനോ കടം കൊടുക്കുന്നവനോ ആകരുത്. ഓക്കെ, കടം വാങ്ങുന്നവനോ കടം കൊടുക്കുന്നവനോ ആകരുത് അല്ലേ? ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും അല്ലേ? കടം വാങ്ങണ്ട ഒരവസ്ഥയും നമുക്ക് വരരുത്. സോ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. ഫോർ ലോൺ ഓഫ് ലോസസ് ബോത്ത് ഇറ്റ്സെൽഫ് ആൻഡ് ഫ്രണ്ട്. കടം കാരണം പണവും സുഹൃത്തും നഷ്ടപ്പെടാം അല്ലേ? ഒരു പണം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ല ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വന്നാലും അല്ലേ, ബന്ധങ്ങളുടെ ഇടയിൽ പണം വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുത്തില്ല എങ്കിലും പ്രശ്നം വരും. അതുമാത്രമല്ല, അങ്ങനെ പണം സൗഹൃദത്തിനെ നഷ്ടപ്പെടുത്താം എന്നാണ് പറയുന്നത്. ആൻഡ് ബോറോവിങ് ഡൾസ് ദി എഡ്ജ് ഓഫ് ഹസ്ബൻഡറി. കടം വാങ്ങുന്ന ശീലം സാമ്പത്തിക നിയന്ത്രണം ഇല്ലാതാക്കും. കടം വാങ്ങുന്ന ശീലം എന്താക്കും? സാമ്പത്തിക നിയന്ത്രണം അല്ലേ? ഇപ്പം നമ്മളൊരു ജോലി ചെയ്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ കടത്തിലേക്ക് പോകും. ഉണ്ടാക്കുന്ന പൈസ മൊത്തം നമുക്ക് കടമിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് സേവ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ സാമ്പത്തിക നിയന്ത്രണം ഇല്ലാതാകും. ദിസ് അബവ് ഓൾ ടു ടൈം our own self to be true. അപ്പം എല്ലാത്തിനും ഉപരി സ്വന്തം മനസ്സിനോട് നമ്മൾ എന്തായിരിക്കണം? സത്യസന്ധനായിരിക്കുക. ആൻഡ് ഇറ്റ് മസ്റ്റ് ഫോളോ ആസ് ദ നൈറ്റ് ദ ഡേ. രാത്രിക്ക് ശേഷം പകല് വരുന്ന പോലെ. ദോ ക്യാൻസ് നോട്ട് ബി ഫോൾസ് ടു എനി മാൻ. അങ്ങനെ ചെയ്താൽ നീ മറ്റാരോടും അസത്യസന്ധനാകില്ല. ഫോൾസ് ആയിട്ട് ആവില്ല. ഫെയർവെൽ മൈ ബ്ലെസ്സിങ് സീസൺ ദിസ് ഇൻ ദി. വിട പറയാണ്. ഫെയർവെൽ, വിട. എൻ്റെ അനുഗ്രഹം ഈ ഉപദേശങ്ങൾ പാലിക്കാൻ നിന്നെ സഹായിക്കട്ടെ എന്നൊരു അനുഗ്രഹം കൊടുത്താണ് നമ്മളുടെ ലറേറ്റസിനെ വിടുന്നത്. അപ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ വളരെ സിമ്പിളാണല്ലേ? ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ എല്ലാവരുടെയും ലൈഫിൽ വിജയിക്കാൻ പറ്റും. ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശമാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മളും പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ്? ടു തൈൻ ഓൺ സെൽഫ് ബി ട്രൂ. സ്വന്തം മനസ്സിനോടും മൂല്യങ്ങളോടും സത്യസന്ധനായിരിക്കുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് എല്ലാവരും ചെയ്യേണ്ടത് അല്ലേ ലൈഫിൽ? സ്വന്തമായിട്ട് നമ്മളോട് തന്നെ നമുക്കൊരു സത്യസന്ധത ഉണ്ടായിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് അത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ലറേറ്റസ് കപ്പൽ കയറുന്നതിന് മുമ്പ് ആണ് ഈ ഒരു കാര്യമൊക്കെ നമ്മളുടെ ലറേറ്റസിൻ്റെ അച്ഛനായിട്ടുള്ള ആരാണ്? പൊളോണിയസ് ലറേറ്റസിനോട് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടൊരു പോയമാണ്. ജസ്റ്റ് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ thank you so much and thank you for watching. If you like the video, please do like, share and subscribe. See you with another video. Thank you.